ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. അപ്പൊ ചെമ്പനീർ പൂവിന്റെ ഇന്നത്തെ ഒരു സൂപ്പർ ഹിറ്റ് വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ സുധിയാണെങ്കില് നമ്മുടെ ചന്ദ്രയോട് സത്യങ്ങളെല്ലാം തുറന്നു പറയുകയാണ്. ഇതെല്ലാം കേട്ട് കഴിഞ്ഞപ്പോഴേക്കും സച്ചി ഇറങ്ങി പുറപ്പെട്ടിരിക്കുകയാണ്. അവന് സംശയം മാറിയിട്ടില്ല. ഉറപ്പായിട്ടും ഇതിന് പിന്നിൽ നീയും ഞാനാണെന്ന് അവൻ കണ്ടെത്തും. അതിനു മുമ്പ് തന്നെ ആ സ്വർണങ്ങളെല്ലാം നീ ഇവിടെ എത്തിച്ചോ. അമ്മ, ഞാൻ എങ്ങനെ എത്തിക്കാനാണ്? 5 ലക്ഷം രൂപ ഞാൻ ഉണ്ടാക്കണ്ടേ? അതൊന്നും എനിക്കറിയേണ്ട ആവശ്യമൊന്നുമില്ല. എത്രയും പെട്ടെന്ന് നീ 5 ലക്ഷം രൂപ ഉണ്ടാക്കിയിട്ട് ആ സ്വർണം നീ മുഴുവൻ എടുത്തോ, അല്ലെങ്കില് പണി പാളും. എല്ലാവരുടെ മുന്നില് നീ നാണം കെടേണ്ട ഒരു അവസ്ഥയാകും, നിന്റെ ഭാര്യയുടെ മുന്നിലും. അമ്മേ, ഇപ്പൊ ഷോറൂമിലാണെങ്കിൽ അങ്ങനെ ജോലിയില്ല, മര്യാദക്ക് ഒന്നും വിൽക്കാനും സാധിക്കുന്നില്ല. ഓരോ പ്രൊഡക്റ്റ് പോകുമ്പോഴും ശ്രുതിക്ക് കണക്ക് കൊടുക്കണം. അവളെ ഞാൻ ബോധിപ്പിക്കണം. വേണോടാ, നിനക്ക് അതെല്ലാം വേണം. നീ ഓരോ ദിവസം കഴിയുന്തോറും ചെയ്തു കൂട്ടുന്ന പ്രവർത്തികളില്ലേ, അതിനെല്ലാം നിനക്ക് കിട്ടണം. മര്യാദയ്ക്ക് അവന്റെ സ്വർണ്ണ നീ എടുത്ത് കൊടുത്തോ, അല്ലെങ്കിൽ ആകെ പ്രശ്നവും. അവന്റെ ഭാര്യയുടെ സ്വർണ്ണമാണ് ഞാൻ നിനക്ക് എടുത്തു തന്നത്. അത് നീ ഒന്ന് ആലോചിക്കണം സുധി. എനിക്കൊന്നും അറിയേണ്ട ആവശ്യമില്ല. നീ എത്രയും പെട്ടെന്ന് ആ സ്വർണം കണ്ടെത്തിക്കോ, അല്ലെങ്കിൽ പണി പാളുവേ എന്നും പറഞ്ഞുകൊണ്ട് ചന്ദ്ര അവിടുന്ന് പോവാ. ചന്ദ്ര പോയി കഴിഞ്ഞപ്പോഴേക്കും എന്റെ ദൈവമേ, എന്ത് ചെയ്യുമെന്ന് ഒരു എത്തുംപിടിയും കിട്ടുന്നില്ലല്ലോ. ഞാൻ എവിടെ പോയി 5 ലക്ഷം രൂപ ഉണ്ടാക്കും? ഈ ഷോറൂമിലാണെങ്കിൽ നഷ്ടത്തിന്റെ അങ്ങേ അപ്പുറം സംഭവിച്ചിരിക്കുകയാണ്. ഇനി ഞാൻ എന്ത് ചെയ്യും എന്റെ ദൈവമേ എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ സുധി തലപൊകഞ്ഞ് വല്ലാത്തൊരവസ്ഥയിൽ ഇങ്ങ് നിൽക്കുകയാണ്. അങ്ങനെ പിന്നീട് കാണിക്കുന്നത് നമ്മുടെ സച്ചിയും രേവതിയും കൂടി ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുക കാറില്. അവരാണെങ്കിൽ ഈ സ്വർണത്തെക്കുറിച്ച് അറിയാതെ ഒരു വഴിയില്ലല്ലോ. അപ്പോഴേക്കും നമ്മുടെ സച്ചിയാണെങ്കിൽ രേവതിയോട്, സുധിയെ പഠിച്ച കള്ളനാണ്, അവൻ അത്ര പെട്ടെന്നൊന്നും തുറന്നു പറയില്ല, അതുകൊണ്ടാ അവനെ മിണ്ടാപ്രാണിയെ പോലെ ഇരുന്നത്. പക്ഷേ അങ്ങനെ വെറുതെ വിടാൻ പറ്റില്ലല്ലോ രേവതി. എന്തെങ്കിലും ഐഡിയ ഒപ്പിച്ചേ മതിയാവോള്. അവനെ കൊണ്ട് തന്നെ സത്യങ്ങൾ തുറന്ന് പറയിപ്പിക്കണം. എങ്ങനെ ഇനി അതിന് പറ്റും എന്നൊക്കെ ഇങ്ങനെ ആലോചിച്ചോണ്ടിരിക്കുക. ആ സമയത്ത് നമ്മുടെ സച്ചി, അതെ നമുക്ക് ഭാമാന്റെ അടുത്ത് പോയാലോ? ഭാമാന്റെ അടുത്തോ? എന്തിനാ ഇപ്പം ഭാമാന്റെ അടുത്ത് പോകുന്നത്? അതെ, അമ്മയുടെ ഉറ്റ സുഹൃത്താണല്ലേ ഭാമാന്റെ. അപ്പോ ഭാമാന്റിയോട് അമ്മ സത്യങ്ങളെല്ലാം തുറന്നു പറയും. മനസ്സൂക്ഷിപ്പുകാരിയാണ് ഭാമാന്റി. അപ്പോ ഭാമാന്റിയോട് പറഞ്ഞിട്ടുണ്ടാവും ഈ സ്വർണത്തിന്റെ കാര്യങ്ങളൊക്കെ കുറിച്ചു. അങ്ങനെ പറഞ്ഞിട്ടുണ്ടാവും. പിന്നെ അല്ലാതെ അതൊക്കെ പറഞ്ഞിട്ടുണ്ടാവൂന്നേ. നമുക്ക് ഏതായാലും ഭാമാന്റിയുടെ അടുത്ത് പോയി ചോദിച്ചു നോക്കാം. പക്ഷെ സച്ചിയേട്ടൻ പറഞ്ഞ ഐഡിയൊക്കെ കൊള്ളാം. പക്ഷേ ഭാമാന്റി നമ്മളോട് സത്യം തുറന്നു പറയോ? നമ്മളോട് പറഞ്ഞു കഴിഞ്ഞാൽ അത് ശരിയാവില്ലെന്ന് ഭാമാന്റിക്ക് അറിയായിരിക്കും. അപ്പൊ അതുകൊണ്ട് നമ്മളോട് തുറന്നു പറയോ എന്ന് ചോദിക്കുമ്പോ, എങ്ങനെയെങ്കിലും ഭാമാന്റിയുടെ നാവിൽ നിന്നും സത്യങ്ങൾ നമുക്ക് പുറത്ത് കൊണ്ടുവരണം. അതിനുള്ള വഴിയാണ് ഇനി നമ്മൾ നോക്കേണ്ടത്. അതുകൊണ്ട് നമുക്ക് ഭാമാന്റെ അടുത്ത് പോകാൻ രേവതി. എങ്ങനെയെങ്കിലും സോപ്പിട്ട് ഭാമാന്റിയുടെ നാവിൽ നിന്നും സത്യങ്ങൾ അറിയണം. നമുക്ക് നമ്മുടെ സ്വർണം എവിടെയാണെന്ന് തിരിച്ചറിയണ്ടേ? ഇനി അതേ വഴിയുള്ളു എന്നൊക്കെ ഇങ്ങനെ പറയാ. ശരി, എങ്കിൽ പിന്നെ ഭാമാന്റി എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ സച്ചി അങ്ങോട്ട് ഭാമാന്റെ വീട്ടിലേക്ക് ചെല്ലുക. കോളും ബെല്ല് അടിക്കാനായിട്ട് ശ്രമിച്ചു കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ സച്ചിക്ക് ഒരു കോള് വരികയാണ്. ഈച്ചയാണല്ലോ വിളിക്കുന്നത് എന്നൊക്കെ വിചാരിച്ചുകൊണ്ട് സച്ചി ആ കോൾ എടുക്കുകയാണ്. എടാ ഈച്ചി, എന്താണ് നീ വിളിച്ചത്? സച്ചി, നീ എവിടെയാണെന്ന് ചോദിക്കുക. ഞാനിവിടെ ഭാമാന്റിയുടെ വീട്ടിലാണ്. ആ സ്വർണത്തെക്കുറിച്ച് കൂടുതൽ അറിയാൻ വേണ്ടിയാണ്. രേവതി ഇല്ലെന്നേ. രേവതി കാറിൽ തന്നെ ഇരിക്കുകയാണ്. അവള് ഭാമാന്റിയുടെ വീട്ടിലേക്ക് വന്നില്ല. അവള് പറയാണ്, ഞാനിപ്പോ അവിടെ വന്നു കഴിഞ്ഞാൽ അമ്മ അങ്ങനെ അറിഞ്ഞു കഴിഞ്ഞാൽ വലിയ പ്രശ്നം ഉണ്ടാവുന്നു. എന്റെ ദൈവം, ഇങ്ങനെയുണ്ടോ പേടി എന്നൊക്കെ നമ്മുടെ സച്ചി ഫോണിൽ സംസാരിച്ചതിന് ശേഷം അവിടെ ഫോൺ വെക്കുകയാണ്. അങ്ങനെ കോളിംബെല്ലടിച്ചു കഴിഞ്ഞപ്പോഴേക്കും ഭാമാന്റി വന്ന് കഥ തുറക്കുകയാണ്. ഇത് ആരാ വന്നിരിക്കുന്നത്? സച്ചിയോ? എന്താ സച്ചി പതിവില്ലാതെ ഒരു വരല്? എന്തു പറ്റി സച്ചി എന്ന് ചോദിക്കുമ്പോ, അതെന്താ ആന്റി, എനിക്കെന്താ ഇങ്ങോട്ട് വരാൻ പാടില്ലേ? അയ്യോ, ഞാൻ അങ്ങനെ പറഞ്ഞില്ലല്ലോ സച്ചി. കേറി വാ സച്ചി എന്നും പറഞ്ഞുകൊണ്ട് സച്ചിയെ വിളിച്ചുകൊണ്ട് നേരെ അകത്തേക്ക് കയറി പോവാണ്. വാ ഇരിക്കു സച്ചി. എന്തൊക്കെയുണ്ട് സച്ചി വിശേഷങ്ങളെല്ലാം? വിശേഷങ്ങളെല്ലാം ആന്റിക്കും അറിയാവുന്ന കാര്യങ്ങളല്ലേ ആന്റി. ഒരു വിശേഷമില്ല പ്രത്യേകിച്ച്. പിന്നെ ഇവിടെ ഒരു ഓട്ടം വന്നു കഴിഞ്ഞപ്പോഴേക്കും ഭാമാന്റിയുടെ വീട്ടിലേക്ക് കയറാതെ പോകുന്നത് ശരിയല്ലല്ലോ. അതുകൊണ്ട് ഞാനിവിടെ വന്നെന്ന് മാത്രമേ ഉള്ളൂ. ഇന്ന് ആന്റി, ഇത് കുറച്ച് ഫ്രൂട്ട്സ് ആണ്. അയ്യോ, ഈ ഫ്രൂട്ട്സിന്റെ ആവശ്യമൊന്നും ഇല്ലായിരുന്നല്ലോ സച്ചി എന്നൊക്കെ പറഞ്ഞപ്പോഴേക്കും, എന്റെ ഒരു സ്നേഹത്തിന് വേണ്ടിയല്ലേ കൊണ്ടുവന്നിരിക്കുന്നത് എന്നൊക്കെ പറയാം. അതെ സച്ചി,
നീ അച്ചമ്മയ്ക്ക് സമ്മാനം കൊടുത്തത് ഞെട്ടിച്ചു കളഞ്ഞല്ലോ. അതുകൊണ്ട് അച്ചമ്മയുടെ സർപ്രൈസ് സമ്മാനം നീയും രേവതിയും മേടിച്ചെടുത്തല്ലേ? ഇത് കേട്ടുകഴിഞ്ഞപ്പോഴേക്കും ആന്റി, ഞാനേ ആദ്യം വേറൊരു സമ്മാനമാണ് അച്ചമ്മയ്ക്ക് കൊടുക്കാനായിട്ട് തീരുമാനിച്ചിരുന്നത്. എന്ത് സമ്മാനം? അത് പിന്നെ ഒരു സ്വർണ്ണമാല. ആണോ? എന്നിട്ട് അതെന്താ കൊടുക്കാതിരുന്നത്? ഓ, അത് കൊടുക്കണോന്ന് വിചാരിച്ചതാ. ഞാനേ രേവതിയുടെ സ്വർണം വിറ്റിട്ടാണ് അത് കൊടുക്കാമെന്ന് വിചാരിച്ചത്. ഇത് കേട്ടതും ഈ ഭാമയാണെങ്കിൽ രേവതിയുടെ സ്വർണം എങ്ങനെ വിൽക്കാനായിട്ട് സാധിക്കും? അത് റോൾഡ് ഗോൾഡ് അല്ലേ? ഇത് കേട്ടുകഴിഞ്ഞപ്പോഴേക്കും അതെങ്ങനെ ആന്റിക്കറിയാം ആന്റി എന്ന് പറഞ്ഞപ്പോഴേക്കും അത് പിന്നെ എന്നെ ചന്ദ്ര വിളിച്ചായിരുന്നു. ചന്ദ്ര വിളിച്ചിട്ട് രേവതിയുടെ സ്വർണം റോൾഡ് ഗോൾഡ് ആണെന്ന് പറഞ്ഞായിരുന്നു എന്നോട്. അതുകൊണ്ട് ഞാൻ അങ്ങനെ പറഞ്ഞെന്നേ ഉള്ളൂ. അവിടുത്തെ പ്രശ്നം എന്നോട് ചന്ദ്ര വിളിച്ച് പറഞ്ഞായിരുന്നു സച്ചി എന്നവിടെ സംസാരിക്കാണ്. ഓ, അങ്ങനെ. അതെ ആന്റി, അത് റോൾഡ് ഗോൾഡ് ആയിരുന്നു. പക്ഷേ അത് റോൾഡ് ഗോൾഡ് ആയി മാറിയത് എങ്ങനെയാണെന്ന് ആലോചിച്ചിട്ട് ഒരു എത്തും പിടിയും കിട്ടുന്നില്ല ആന്റി. ആന്റിക്ക് എന്തെങ്കിലും അറിയാവോ ആന്റി? അമ്മ ഏതായാലും ആന്റിയോട് എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടാവുമല്ലോ ആന്റി. അതേപോലെ അമ്മ എന്തെങ്കിലും പറഞ്ഞു ആന്റി? ഇതൊക്കെ കേട്ട് കഴിഞ്ഞപ്പോഴേക്കും ഭാമയാണെങ്കിൽ ഓ എന്റെ ദൈവമേ, ഇവൻ എന്റെ വായിൽ നിന്നും സത്യങ്ങൾ അറിയാനുള്ള പുറപ്പാടാണ്. ഭാമേ, നീ ഒരിക്കലും സത്യങ്ങൾ പറയരുതേ എന്നും പറഞ്ഞുകൊണ്ട് മനസ്സിനിങ്ങനെ അടക്കി പിടിക്കുകയാണ്. അപ്പോഴും നമ്മുടെ സച്ചി ചോദിച്ചുകൊണ്ടിരിക്കണ ആന്റി പറ ആന്റി, എന്തെങ്കിലും പറഞ്ഞു ആന്റി. ആകെ സങ്കടപ്പെട്ടിരിക്കുക. എങ്ങനെയാണ് രേവതിയുടെ മാലയൊക്കെ റോൾഡ് ഗോൾഡ് ആയതെന്ന് ഒരു എത്തും പിടിയും കിട്ടുന്നില്ല ആന്റി. ആകെ സങ്കടപ്പെട്ടൊരവസ്ഥയിലാണ്. അയ്യോ സച്ചി, എന്നോടൊന്നും പറഞ്ഞില്ല. എനിക്ക് എങ്ങനെ അറിയാനാണ് സച്ചി? അല്ല, എന്റെ സങ്കടങ്ങൾ പറയാനാണ് ഞാൻ ഭാമാന്റെ അടുത്ത് വന്നത്. അല്ല, എന്റെ സങ്കടങ്ങള് ആന്റിക്ക് അറിയാമായിരിക്കുമല്ലോ. അല്ല, ചന്ദ്ര പറഞ്ഞത് രേവതിയുടെ വീട്ടുകാരാ പറ്റിച്ചെന്നാ പറഞ്ഞത്. പക്ഷെ സച്ചി, ഒരിക്കലും ഞാനത് വിശ്വസിച്ചിട്ടില്ല കേട്ടോ. ഞാൻ ഒരിക്കലും അത് വിശ്വസിക്കില്ല എന്റെ സച്ചി. നിങ്ങളുടെ കുടുംബം അങ്ങനെയൊന്നും ചെയ്യില്ലെന്ന് എനിക്ക് നന്നായിട്ട് തന്നെ അറിയാം. ഭാമാന്റെ മാത്രമേ സപ്പോർട്ടുള്ളൂ. അല്ലെങ്കിലും നേരത്തെ മുതൽ എനിക്ക് ഭാമാന്റിയെ അറിയാലോ. അമ്മ എന്നെ എന്തെങ്കിലും വഴക്ക് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്പൊ തന്നെ ഭാമാന്റെ അതിൽ കയറി ഇടപെടും. അയ്യോ സച്ചി, അങ്ങനെയൊന്നും പറയല്ലേ, എന്തിനാണ് ചന്ദ്ര അങ്ങനെയൊക്കെ സംസാരിക്കുന്നത് എന്നും പറഞ്ഞുകൊണ്ട് എന്നെ എന്തോരം സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ആന്റി. അതുകൊണ്ടാ ഒരു വിഷമം വന്നപ്പോ ഞാൻ ആന്റിയുടെ മുന്നിലേക്ക് ഓടി വന്നത്. ആന്റി പറ ആന്റി, എന്താ സംഭവിച്ചത്? എങ്ങനെ ആ സ്വർണങ്ങള് റോൾഡ് ഗോൾഡായി മാറി? ഏതായാലും അമ്മ പറയാതിരിക്കില്ലല്ലോ. പറ ആന്റി. അത് പിന്നെ അപ്പൊ നമ്മുടെ സച്ചിയാണെങ്കിൽ ഫോണിൽ റെക്കോർഡ് ചെയ്ത് പോക്കലിൽ വെച്ചിരിക്കുക. അത് പിന്നെ ചന്ദ്രയും അമ്മയും. പറ ആന്റി, ബാക്കി പറ ആന്റി. അങ്ങനെ പറയാൻ തുടങ്ങി കഴിഞ്ഞപ്പോഴേക്കും വരുന്നു ചന്ദ്രയുടെ കോള്. അയ്യോ, ചന്ദ്രയാണല്ലോ വിളിക്കുന്നത് എന്നും പറഞ്ഞുകൊണ്ട് ഫോൺ എടുക്കുക. ഫോൺ എടുത്തു കഴിഞ്ഞപ്പോഴേക്കും ചന്ദ്രേ, ഞാൻ വീട്ടിൽ തന്നെ ഉണ്ട്. നിന്റെ മോൻ ഇവിടെ ഉണ്ട്. സുധി അല്ലെന്നേ, സച്ചി ഇവിടെ ഇരിക്കുന്നുണ്ട്. ആണോ? ശരി ചന്ദ്ര, ശരി ചന്ദ്രേ. ഇല്ല, ഞാൻ പറഞ്ഞില്ല. ഓക്കെ ചന്ദ്ര എന്നും പറഞ്ഞുകൊണ്ട് പെട്ടെന്ന് അവിടെ ഫോൺ കട്ടാക്കുകയാണ്. അപ്പോഴേക്കും നമ്മുടെ ഈ സച്ചിയാണെങ്കിൽ വീണ്ടും ചോദിക്കുക, പറ ആന്റി, എന്താ അമ്മയും സച്ചി? അയ്യോ, ഞാൻ മറന്നുപോയി. അടുക്കളയിൽ നിറയെ ജോലിയുണ്ട്. ഞാൻ കറിക്ക് അടപ്പത്ത് വെച്ചിരിക്കുകയായിരുന്നു. എനിക്ക് വേറെ ജോലിയുണ്ട് എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ ഈ ഭാമയാണെങ്കിൽ നേരെ അടുക്കളയിലേക്ക് കയറി പോവുകയാണ്. ഈ സച്ചി ആണെങ്കിൽ ആകെ വല്ലാത്തൊരവസ്ഥയിലും സച്ചി നേരെ രേവതിയുടെ അടുത്തേക്ക് ചെല്ലുക. അപ്പൊ രേവതിയുടെ അടുത്ത് ചെന്നിട്ട് ഒന്നും നടന്നില്ല. ഭാമ ആന്റി പറയാനായിട്ട് തുടങ്ങിയതാ. ആ സമയത്താണ് അമ്മ വിളിച്ചത്. അതുകൊണ്ട് അമ്മ അവിടെ എന്തൊക്കെയോ കുനിഷ്ടൊപ്പിച്ചിട്ടുണ്ട്. അമ്മയുടെ സംസാരം കേട്ടുകഴിഞ്ഞപ്പോഴേക്കും ഭാമാരി അതൊന്നും പറഞ്ഞില്ല. ആകെ സങ്കടമായല്ലോ എന്നൊക്കെ ഇങ്ങനെ സംസാരിക്കാം. സച്ചിയേട്ടാ, അത് വിട്. ഇനി കൂടുതൽ ആലോചിക്കേണ്ട ആവശ്യമൊന്നുമില്ല. അങ്ങനെ എങ്ങനെ വിടാനായിട്ട് പറ്റും രേവതി? നമ്മളുടെ സ്വർണ്ണമല്ലേ അത്? എത്ര പവന്റെ സ്വർണ്ണമാണ് നമുക്ക് നഷ്ടമായത്? ഇതൊന്നും വിശ്വസിക്കാൻ എനിക്ക് പറ്റുന്നില്ല രേവതി, സഹിക്കാൻ പറ്റുന്നില്ല എന്ന രീതിയിൽ ഇങ്ങനെ സംസാരിക്കുകയാണ്. അതൊക്കെ വിടുന്നേ. അപ്പോഴേക്കും നമ്മുടെ മഹേഷിന്റെ കോള് വരിക. മഹേഷിന്റെ കോള് വന്നപ്പോഴേക്കും ഇവൻ എന്തിനാ വിളിക്കുന്നത്? സച്ചിയേട്ടാ എടുക്ക്, മഹേഷിന്റെ കോളല്ലേ. എനിക്ക് എടുക്കാനുള്ള ഒരു മൂടൊന്നുമില്ല എന്റെ രേവതി, ഞാൻ എടുക്കൂല. സച്ചിയേട്ടാ, അത് ശരിയല്ല കേട്ടോ. എന്തെങ്കിലും അത്യാവശ്യ കാര്യത്തിനായിരിക്കും വിളിക്കുന്നത്. ഏതല്ലേ സച്ചിയുടെ ഫോൺ എടുക്കുന്നേ?
അങ്ങനെ സച്ചി ഫോൺ എടുക്കുകയാണ്. എന്താണ് മഹേഷെ വിളിച്ചത്? എടാ, എനിക്കൊരു ഫ്രിഡ്ജ് മേടിക്കുന്ന കാര്യം ഞാൻ പറഞ്ഞില്ലായിരുന്നോ? ഇവിടെ ഒരു ഷോറൂം ഞാൻ കണ്ടായിരുന്നു, അവിടെ പോയി ഫ്രിഡ്ജ് മേടിച്ചാലോ? നല്ല കളക്ഷൻ ഉണ്ടെന്നാണ് പറഞ്ഞു കേട്ടത്. എടാ, നീ ഒന്ന് വരുവോടെ എൻ്റെ കൂടെ എന്ന് ചോദിക്കുമ്പോൾ നമ്മുടെ സച്ചി ആണെങ്കിൽ, എടാ ഞാനൊന്നും വരുന്നില്ല, നീ തന്നെ പോയി മേടിച്ചാൽ മതി. എടാ സച്ചി അങ്ങനെ പറയല്ലേടാ, എടാ നീയും കൂടി കൂട്ടുവാ. അപ്പോ നമ്മുടെ രേവതി ചോദിക്കണം എന്താ കാര്യം? അവനൊരു ഫ്രിഡ്ജ് മേടിക്കാൻ വേണ്ടി കൂടെ ചെല്ലാനായിട്ട്. ചെല്ല് സച്ചിയേട്ടാ, ഞാനൊന്നുമില്ല എന്ന് പറയാ. ഇങ്ങോട്ട് തന്നെ ഫോണ് എന്നും പറഞ്ഞുകൊണ്ട് രേവതി ആ ഫോണ് തട്ടിപ്പറിച്ച് മേടിച്ചെടുക്കുകയാണ്. അതെ മഹേഷേട്ടാ, മഹേഷേട്ടന്റെ കൂടെ സച്ചിയേട്ടൻ വരുമെന്നേ, റെഡി ആയിട്ട് നിന്നോ എന്നും പറഞ്ഞുകൊണ്ട് ഫോൺ കട്ടാക്കുകയാണ്. എന്തിനാ രേവതി, എനിക്ക് അങ്ങോട്ട് പോകാനുള്ളൊരു മൂടൊന്നുമില്ല. എന്ത് മൂടില്ലെന്ന്? ഇപ്പോ ഈ സ്വർണത്തിന്റെ കാര്യം പറഞ്ഞുകൊണ്ട് ജോലി പോലും സച്ചിയേട്ടൻ ശ്രദ്ധിക്കുന്നില്ല. അത് ആ വഴിക്ക് അങ്ങോട്ട് പോട്ടെ എന്നും പറഞ്ഞ് ദേ സച്ചിയേട്ടൻ പല പ്രാവശ്യം പറയാറില്ലേ മഹേഷ് ഏട്ടന് സെലക്ഷൻ ഒന്നും ഇല്ലെന്ന്. അതുകൊണ്ട് ഫ്രിഡ്ജ് പോയി നോക്കി എടുത്ത് കൊടുക്ക്, പാവല്ലേ. ശരി എങ്കിൽ പിന്നെ ഞാൻ പോകാം എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ സച്ചി അവിടെ നിന്ന് പോവാണ്. സച്ചിയും അതേപോലെ തന്നെ ഈ മഹേഷും കൂടി ഒരു ഷോറൂമിലേക്ക് ചെല്ലുക. ഷോറൂമിലേക്ക് ചെന്ന് കഴിഞ്ഞപ്പോഴേക്കും ഈ ഓണർ ഇരുന്ന് ഭയങ്കര ബിസിനസ് കാര്യങ്ങളോട് സംസാരിക്കുകയാണ്. അപ്പോ അവിടുത്തെ സ്റ്റാഫ് ഉണ്ട്. അപ്പൊ സ്റ്റാഫ് ഞാൻ ചോദിക്കണം, സാറേ എന്താ സാറേ വേണ്ടതെന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും അതെ ഞങ്ങളുടെ ബഡ്ജറ്റ് ഒരു 5000 രൂപയാണ്, 5000 രൂപയിൽ കിട്ടുന്ന ഫ്രിഡ്ജ് ഉണ്ടോ എന്ന് ചോദിക്കുമ്പോൾ പിന്നെ അല്ലാതെ സാറേ 5000 രൂപയിൽ കിട്ടുന്ന ഫ്രിഡ്ജ് ഉണ്ടെന്നേ. ആണോ, എനിക്ക് നോക്കാം എന്ന് പറഞ്ഞുകൊണ്ട് സച്ചിയും അതുപോലെ തന്നെ മഹേഷും കൂടി ഫ്രിഡ്ജൊക്കെ നോക്കുക. അപ്പോ ഓണറിന്റെ സംസാരമൊക്കെ കഴിഞ്ഞ് എടാ വേണ്ട വിധത്തിൽ കാണിച്ചു കൊടുക്കടാ. അപ്പോ സച്ചി നോക്കുമ്പോ ഇത് സുധിയുടെ കടയിൽ നിന്ന് വെച്ചെടുത്ത ഫ്രിഡ്ജ് അല്ലേ? അതേലോ. എടാ നമുക്ക് ഇത് തന്നെ അങ്ങോട്ട് മേടിച്ചാലാ? എങ്കിൽ മേടിക്കടാ. ചേട്ടാ ഈ ഫ്രിഡ്ജിന് എത്രയാണ്? ഇതിന് ഡിസ്കൗണ്ട് എല്ലാം കഴിഞ്ഞ് ഒരു 5500 വരും, നിങ്ങൾ 5000 രൂപ തന്നാ മതി. ആണോ, എങ്കിൽ പിന്നെ ഓക്കെ എന്നും പറഞ്ഞുകൊണ്ട് 5000 രൂപ കൊടുക്കാനായിട്ട് തുടങ്ങി കഴിഞ്ഞപ്പോഴേക്കും ഒരു കൂട്ടം പോലീസുകാർ വരുന്നു. അപ്പൊ പോലീസുകാര് ഈ പോലീസുകാരെ കഴിഞ്ഞപ്പോഴേക്കും സ്റ്റാഫുകളെല്ലാം ഇറങ്ങി ഓടുകയാണ്. ഈ ഓണറെ അങ്ങോട്ട് പിടിച്ചിട്ട് കുനിച്ച് നിർത്തി ഇടിക്കുകയാണ്. എടാ നീ മറ്റുള്ള ഷോറൂമിൽ നിന്ന് പറ്റിച്ച് എല്ലാം ഉണ്ടാക്കി വെച്ചിട്ട് നീ മനുഷ്യരെ പറ്റിക്കാനാണ് നമ്മൾ പറഞ്ഞിട്ട് പടപടപടപടാന്നിടി. അപ്പൊ സച്ചിയൊക്കെ പറയണം വേറൊരുത്തിന് ഓടിപ്പോല, അവൻ ഓടിപ്പോട്ടെ, ഞങ്ങൾക്ക് ഇവനെ മതി എന്നും പറഞ്ഞുകൊണ്ട്. അയ്യോ സാറേ എന്താ സാറേ കാര്യം? നിങ്ങളാരാ? ഞങ്ങള് ഇവിടെ ഫ്രിഡ്ജ് മേടിക്കാൻ വേണ്ടി വന്നാണ്. എങ്കിൽ ഇവരെയും പിടിച്ച് അകത്തിട്. അയ്യോ സാറേ ഞങ്ങളൊരു തെറ്റും ചെയ്തിട്ടില്ല, ഞങ്ങൾക്ക് ഇതിൽ യാതൊരു പങ്കുമില്ല സാറേ, ഞങ്ങളിവിടെ ഫ്രിഡ്ജ് മേടിക്കാൻ വേണ്ടി വന്നാണ് സാറേ. ഫ്രിഡ്ജ് മേടിക്കാൻ വേണ്ടി വന്നാണെങ്കിലും ഇവര് കട്ട മുതലാണ്, ആ മുതലാണ് നിങ്ങൾ മേടിക്കാൻ വേണ്ടി വന്നത്, അതുകൊണ്ട് നിങ്ങളെ ലോക്കപ്പിലിടും, മനസ്സിലായോ എന്ന് പറയാ. ദൈവമേ പാളി. അങ്ങനെ സച്ചിയെയും മഹേഷിനെയും നേരെ സ്റ്റേഷനിലേക്ക് കൊണ്ടുപോവുകയാണ്. ഇവ രണ്ടുപേരെയും കൂടി നേരെ ലോക്കപ്പിലിടും. സാറേ ഞങ്ങൾ ഓരോ തെറ്റും ചെയ്തിട്ടില്ല സാറേ, ഒരു ഫ്രിഡ്ജ് മേടിക്കാൻ പോയതാണ് ഇത്രയും വലിയ തെറ്റ്. എടാ ഇവരൊക്കെ വലിയ ഫ്രോഡുകളാണ്, അവരുടെ ഷോറൂമിൽ പോയി ഫ്രിഡ്ജ് മേടിക്കാൻ പോകുന്നത് നിങ്ങൾ. അയ്യോ സാർ ഞങ്ങൾക്ക് അറിയില്ലായിരുന്നു സാറേ കാര്യങ്ങളൊന്നും. സാർ എന്താ സാർ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത് എന്ന് ചോദിച്ചപ്പോഴേക്കും പിന്നെ എങ്ങനെയാടാ സംസാരിക്കേണ്ടത്, അവിടെ കിടന്നു നീയൊക്കെ എന്നും പറഞ്ഞുകൊണ്ട് സച്ചിയെ ഇങ്ങനെ ലോക്കപ്പിലിട്ടിരിക്കുകയാണ്. എടോ ഇനി ഈ ഷോറൂമിന്റെ ഓണറെയൊക്കെ വിളിക്ക്, എന്നിട്ട് അവരെ പ്രൊഡക്റ്റ് ഒക്കെ എന്തൊക്കെയാണ് പോയെന്ന് കണ്ടെത്ത് എന്നൊക്കെ പറയാണ്. അങ്ങനെ പോലീസുകാർ അവരെ വിളിക്കാനുള്ള തയ്യാറെടുപ്പുകൾ എടുക്കുക. അപ്പോഴേക്കും ഈ സച്ചിയുടെ കൂടെ ആ കള്ളക്കടത്തിന്റെ ആ ഒരു ആള് കിടപ്പുണ്ടല്ലോ. അപ്പോ അയാള് പറയണേ ഏതായാലും ഞങ്ങൾക്ക് കുറെ പൈസ കിട്ടി വിറ്റത്, അതുകൊണ്ട് എനിക്കൊരു പേടിയില്ല, മിണ്ടാതിരുന്നോളാം, താൻ എന്താണോ തട്ടിപ്പായിട്ട് കൊണ്ട് നടക്കുകയാണോടോ, താൻ ഇടിച്ച് ഞാൻ ശരിയാക്കും എന്നൊക്കെ സച്ചി പറഞ്ഞപ്പോഴേക്കും ഇടിക്കാൻ ഇങ്ങോട്ട് വാ, എന്നെ ഇടിച്ചു കഴിഞ്ഞാലേ നീ ജയിലിൽ കിടക്കേണ്ടി വരും, പിന്നെ നിനക്ക് പുറത്തിറങ്ങാൻ പറ്റില്ല. എന്ത് ജയിലിൽ കിടക്കേണ്ടി വരും? ഇതിനെല്ലാത്തിനും കൂട്ടായിട്ട് നീയും ഉണ്ടായിരുന്നു ഞങ്ങളോടൊപ്പം ഞാൻ പറഞ്ഞു പരത്തും. അപ്പോഴോ ഇത് കേട്ട സച്ചിക്ക് കാലേ വരികയാണ്. നിന്നെ ഞാനുണ്ടല്ലോ. അപ്പൊ മഹേഷ് ആണെങ്കിലും ഒന്ന് നിർത്ത് സച്ചി, നീ ഒന്ന് മിണ്ടാതിരിക്കുക. അങ്ങനെ വേറൊരു ഓണർ വരികയാണ് ഷോറൂമിന്റെ. നിങ്ങളുടെ എന്തൊക്കെ പ്രൊഡക്റ്റുകളാണ് പോയിരിക്കുന്നത്? ഒരു ഫ്രിഡ്ജ് ഒഴികെ ബാക്കിയെല്ലാം ഉണ്ട് സാറേ എന്ന് പറയണം. ശരി എങ്കിൽ പിന്നെ നിങ്ങൾ പോയിക്കോ. കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും ദാ വരുന്നു സുധി. അപ്പൊ സുധിയെ കണ്ടുകഴിഞ്ഞപ്പോഴേക്കും സച്ചി സുധിയല്ലേ വരുന്നത്, ഇവനെയും പറ്റിച്ചായിരുന്നു ഇവര് എന്ന് പറയാ. അപ്പോ സുധിയോട് ചോദിക്കാണ്, നിങ്ങളെ പ്രൊഡക്റ്റ് ഒക്കെ എന്തൊക്കെയാ പോയിരിക്കുന്നത്? ഞങ്ങളുടെ പ്രൊഡക്റ്റ് ഒന്നും ഇവിടെ ഇല്ല, എങ്കിൽ ലിസ്റ്റ് എടുക്ക്. അപ്പോഴേക്കും സച്ചി ആണെങ്കിൽ ഓഹോ അപ്പൊ ഇത്രയും കാര്യങ്ങളൊക്കെ നടന്നിട്ടുണ്ട്, എന്നിട്ട് അവൻ വീട്ടിൽ വന്ന് പറഞ്ഞിട്ടില്ലല്ലേ, എങ്കിൽ ഇപ്പൊ കാണിച്ചു തരാമെന്നും പറഞ്ഞുകൊണ്ട് സച്ചിയുടെ ഫോൺ എടുത്തിട്ട് ഇവൻ പറയുന്ന കാര്യങ്ങൾ മുഴുവനും റെക്കോർഡാക്കിയാണ്. അപ്പൊ സുധിയുടെ കയ്യിൽ നിന്ന് പോയ സാധനങ്ങളെല്ലാം ലിസ്റ്റ് പറയണ. 5100 12,000 രൂപയുടെ സാധനങ്ങളൊക്കെ പോയിട്ടുണ്ട് സാറേ. എന്നിട്ട് 4,00,000
5,12,000 രൂപയുടെ സാധനങ്ങളൊക്കെ പോയിട്ടുണ്ട് സാറേ. അപ്പോൾ നിങ്ങൾ 4 ലക്ഷം രൂപ ഇത് കൊടുക്കുമെന്നല്ലേ പറഞ്ഞത്? അതെ സാറേ. പക്ഷേ എന്നിട്ട് നിങ്ങൾ 5 ലക്ഷം രൂപ എന്തിനാ എടുത്തത് എന്ന് ചോദിച്ചപ്പോഴേക്കും ശ്രുതിക്ക് കൊടുത്ത കാര്യങ്ങളും അങ്ങനെ വീട്ടിൽ പറയാത്ത കാര്യങ്ങളും ഒക്കെയായ കാര്യങ്ങളൊക്കെ ശ്രുതി അവിടെ പറയാണ്. അപ്പൊ ശ്രുതി പറയുന്ന കാര്യങ്ങൾ മുഴുവനും നമ്മുടെ സച്ചി അത് റെക്കോർഡ് ചെയ്യുകയാണ്. അപ്പൊ അങ്ങനെയും കാണിച്ചുകൊണ്ടാണ് നമ്മുടെ ഇന്നത്തെ റിവ്യൂ ഇവിടെ അവസാനിച്ചിരിക്കുന്നത്. അടുത്ത റിവ്യൂവിനെ കാത്തിരിക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിച്ചുകൊണ്ട് തന്നെ നമസ്കാരം. താങ്ക് യു. സീ അഗൈൻ. ബൈ ബൈ.